ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. ഞാനിന്നിവിടെ എൻ്റെ ഉമ്മാൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മ തന്നെയാണ് അത് നമുക്ക് പാചകം ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലൊരു മണ്ണിൻ്റെ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ ഉമ്മ ഒരു ഉള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉമ്മക്ക് ഒന്നിനും അങ്ങനൊരു കണക്കൊന്നുമില്ല, ഒരു മനക്കണക്ക് വെച്ച് ഉമ്മ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഉള്ളിയാണ് ഇപ്പോൾ ഉമ്മ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഉമ്മാൻ്റെ ഈ ഒരു കറി എന്ന് വെച്ചാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കും അതുപോലെ മീൻ കറിയൊക്കെ വെച്ച് ശരിയാകാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഉമ്മ ഈ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. ഇനി ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഒരു തക്കാളിയും ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ തന്നെയാണ് ഉപ്പ് കൂടി ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി ഉമ്മ ചേർക്കുന്നത്, നമ്മളൊക്കെ മുളകും മല്ലിയൊക്കെ സെപ്പറേറ്റ് പൊടിച്ചെടുക്കുന്നത്. പക്ഷേ ഉമ്മാൻ്റെത് മുളക്, മല്ലി, മഞ്ഞൾ മൂന്നും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു പൊടി ഈ സ്പൂണിന് 4 സ്പൂണോളം ഉമ്മ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഉമ്മ. പിന്നെ ഈ ടൈമിൽ മാങ്ങ ചേർക്കുന്നുണ്ട്. മാങ്ങ ഇല്ലെങ്കിൽ പുളി ചേർത്താൽ മതി. മാങ്ങ ഉള്ളത് കൊണ്ട് ഇപ്പം മാങ്ങ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഉമ്മ ചേർത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളക്കാൻ വെക്കുക. ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഉമ്മ മീൻ ചേർക്കുകയാണ്. ഇതിനി ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടി നമ്മുടെ മത്തിക്കറി റെഡിയാവും. മാഷാ അല്ലാഹ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടി കുറുകാനുണ്ടെന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൂടി ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ ഉമ്മാൻ്റെ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഈ മത്തിക്കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.